അതിമധുര ചുംബന അറിയുമനുപമം ചിരപ്രണയമേ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ പ്രീവ്യൂലൊക്കെ കണ്ടിട്ടുള്ള പോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നൊരു റീലാണ് ഈ ഷോർട്ട് റേഷ്യോയിലുള്ള വീഡിയോ. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിനാദ്യം ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട വീഡിയോ ക്യാപ് കട്ടിൽ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും, കാരണം ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇത് എഡിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് എന്ന് പറഞ്ഞുതരാം. ബാക്കി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പാട്ടും പിക്ചറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഈ റേഷ്യോ ആണ്. അപ്പോൾ ഈ ഒരു റേഷ്യോ ഒരു ഇമേജാണ്. അപ്പോൾ ആ ഇമേജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആ ഒരു ഇമേജ് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രെയിമാണ് നമുക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു ബ്ലാങ്ക് ഫ്രെയിം നമുക്കിങ്ങനെ ഇവിടെ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാം. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളറ്, ഇമേജ്, ബ്ലർ എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ട ഇമേജ് വേണമെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ കളർ സെറ്റ് ചെയ്ത്, ഇപ്പോൾ മെയിനായിട്ട് എല്ലാവരും കളറാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ഇത് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, അങ്ങനെ ഏതും സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിന് ഈ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിലേക്ക് ഇമേജാണ് ആഡ് ചെയ്യുന്നത്. ഇമേജോ വീഡിയോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എറേസ് ആയിട്ടുള്ള വീഡിയോ ആഡ് ചെയ്യുക. അതുപോലെ ഇമേജ് നമ്മൾ PNG ഇമേജാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു സോങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോന്ന് ചെറിയ ചെറിയ ക്ലിപ്സിൻ്റെ ഇമേജാണ് എടുത്തിട്ടുള്ളത്, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാദ്യം ആ ഒരു വീഡിയോ, ഒറിജിനൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഓവർലേന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ മുതലാണ് നമുക്ക് ഓഡിയോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ഏത് വരെ വേണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി നിങ്ങൾക്കൊരു ഇത് തരുവാണ്. ഏത് വരെയുള്ള ഓഡിയോ വേണമെന്ന് വെച്ചാൽ അവിടെ ലാസ്റ്റ് ഒരു സ്പ്ലിറ്റ് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാക്റ്റ് ഓഡിയോ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള ഓഡിയോ നമുക്ക് സെറ്റായി. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള വീഡിയോസിൻ്റെ ഒക്കെ ഓഡിയോ കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് എക്സ്ട്രാക്റ്റ് കൊടുത്തിട്ട് ഓഡിയോ എടുക്കുക. എന്നിട്ട് ആ ഓഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ ഇത് കിട്ടും, ഓഡിയോ ഇല്ലാതെ കിട്ടും. അപ്പോൾ ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ PNG ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഇമേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരുപാട് ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫ്രെയിം നോക്കിയിട്ട് ആദ്യം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫ്രെയിം സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ആളുകൾ മാത്രമാണ്, ബാക്കിൽ വേറൊരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫ്രീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ഇമേജായിട്ട് കിട്ടും. എന്നിട്ട് ഈ ഇമേജ് നമ്മൾ നേരെ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാത്രമുള്ളൊരു ഫ്രെയിം ഉണ്ടല്ലോ അവിടേക്ക് ഇത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാം. എന്നിട്ട് നമ്മൾ ഈ ഇമേജ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ റീസൈസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇമേജ് ഒന്ന് റീസൈസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തിട്ട് ഓട്ടോ റിമൂവൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു PNG കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ലിറിക്കിനനുസരിച്ചിട്ട് അതിൻ്റെ ലെങ്ത്തൊക്കെ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനൊരു ആനിമേഷൻ നമുക്ക് കൊടുക്കുന്നു. അതിനിവിടെ ആനിമേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ സൂം 1 എന്ന് കൊടുക്കണം. അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇങ്ങനെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ്.
അതുപോലെ നമുക്ക് ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ താഴെ സ്റ്റിക്കർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റിക്കർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലിങ്ങനൊരു സ്റ്റിക്കറുണ്ട്, അത് സെലക്ട് ചെയ്യാം. കുറച്ച് സൈസൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഇമേജ് ഉണ്ടോ, അപ്പോൾ സ്റ്റിക്കർ കൂടെ ആഡ് ചെയ്തപ്പോൾ അതൊരു ഇങ്ങനെ സ്പ്ലാഷ് ആയിട്ട് വരുന്നൊരു എഫക്റ്റ്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിറിക്കിനനുസരിച്ചിട്ട് അത് കറക്റ്റായിട്ട് എങ്ങനെ അലൈൻ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഡ്യൂറേഷനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലിറിക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതിൽ ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് എന്താണോ നമ്മുടെ പാട്ടിൻ്റെ വരി അവിടെ വരുന്നത് അവിടെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമുക്ക് ഫോണ്ടൊക്കെ സെലക്ട് ചെയ്യാം. ഫോണ്ട് ഇഷ്ടമുള്ള ഫോണ്ടൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റൈലിൽ വന്നിട്ട് നമുക്കത് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. വലുതാക്കാം, ചെറുതാക്കാം, എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ എഫക്റ്റ് കൊടുക്കാം, സ്ട്രോക്ക് കൊടുക്കാം, അങ്ങനെ എല്ലാം ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞു തരുവാണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ PNG ഇമേജിൻ്റെ മുകളിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ ലേയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇമേജിൻ്റെ ബാക്കിലോട്ട് വെക്കാം. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റിന് ആനിമേഷൻ കൊടുക്കാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആനിമേഷൻ ഉണ്ടാവും. അപ്പോൾ അതിലിഷ്ടമുള്ള ആനിമേഷന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഉണ്ടാവും ഇങ്ങനൊരു എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ സൂമായിട്ട് വരുന്നൊരു എഫക്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. എന്നിട്ട് മാക്സിമം അങ്ങനെ സൂം ഔട്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ എൻഡിൽ വന്നിട്ട് ഒരു കീ ഫ്രെയിം ഇങ്ങനെ ആഡ് ചെയ്തിട്ട് സൂം ചെയ്തിട്ട് മാക്സിമം സൂം ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇങ്ങനൊരു എഫക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോയിൽ നിന്ന് ഓരോന്നിങ്ങനെ സെലക്ട് ചെയ്യുക, അത് ഫ്രീസ് ചെയ്യുക, എന്നിട്ട് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ പ്രീവ്യൂവിൽ കണ്ടിട്ടുള്ള വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തേക്കുന്നതാണ് കണ്ടോ. ഇതിലിങ്ങനെ ടെക്സ്റ്റ് അതിൽ ഇങ്ങനെ ഓരോ സ്റ്റിക്കറിൻ്റെ ഇത് കൊടുത്ത് കണ്ടോ, ഓരോരോ ബീറ്റിനനുസരിച്ച് നമ്മൾ ആ പാട്ടിൻ്റെ വരികൾക്കനുസരിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. ഈ ബട്ടർഫ്ലൈ ഒക്കെ ഓരോ സ്റ്റിക്കറാണ്, അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കാം. ഇതൊക്കെ ഓരോ സ്റ്റിക്കേഴ്സാണ്, ഈ ഹേർട്ടിൻ്റെ ചിഹ്നം വരുന്നതൊക്കെ ഇതൊക്കെ ഓരോ സ്റ്റിക്കറുകളാണ്. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നിങ്ങളുടെ പാട്ടിനനുസരിച്ചിട്ട് എല്ലാ വരിയിലും ഓരോരോ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് അതിനൊക്കെ ആനിമേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിലിപ്പോൾ ഇവിടെ ഉണ്ട് ഒരു ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നത്, അതൊരു പിന്നെ വീഡിയോ ആണ്, അതൊരു ബ്ലാക്ക് സ്ക്രീൻ വീഡിയോ ആണ്. ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് നേരെ DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ആ വീഡിയോ ജസ്റ്റ് ഒരു ബ്ലാക്ക് സ്ക്രീൻ വീഡിയോ ആണ്. ഇനി അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പോലെ ഓവറിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴത്തെ ഓവറിൽ സെലക്ട് ചെയ്തിട്ട് ആ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതാണ് ആ വീഡിയോ. അപ്പോൾ ആ വീഡിയോ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അതിൽ ക്രോമാക്കി സെലക്ട് ചെയ്തിട്ട് ഈ ബ്ലാക്കിലേക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആവുന്നതാണ്. എന്നിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ മാറ്റാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ലെയർ സെലക്ട് ചെയ്തിട്ട് ഈ വീഡിയോയുടെ ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വീഡിയോയുടെ ബാക്കിലായിട്ട് ഇങ്ങനെ വരുന്നതാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിലേക്ക് ആഡ് ചെയ്യാം. മെയിനായിട്ട് ഇതിൻ്റെ ഈ ഫ്രെയിം റേറ്റ് പിന്നെ ഇതിൽ തന്നെ അല്ല, ക്യാപ് കട്ടിലോ അല്ലെങ്കിൽ വേറെ ഇതിലൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് അയക്കാം. അപ്പോൾ നമുക്ക് ആ ഫ്രെയിം അയച്ചു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നമ്മുടെ ചാനലിൽ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലും കിടിലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.